പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇന്നും ഒരു പ്രധാനപ്പെട്ട യോഗം നടന്ന ദിവസമാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് ഈ യോഗം ചേർന്നത്. നിലവിലെ സാഹചര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായി. സംഘർഷം തുടർന്നാൽ മെഡിക്കൽ ഉപകരണങ്ങളുടെ വില ഉയർന്നേക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നത്. സംയുക്ത സൈനിക മേധാവി അനിൽ ചൌഹാൻ, കരനാവിക വ്യോമസേന മേധാവിമാരും യോഗത്തിൽ പങ്കെടുത്തു. ഹോർമുസ് കടലിടുക്ക് വഴി ഇന്ത്യയിലേക്കുള്ള LPG കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. നിലവിൽ കടലിടുക്ക് കടന്ന ജഗ് വസന്ത്, പൈൻ ഗ്യാസ് എന്നീ ഇന്ത്യൻ LPG കപ്പലുകൾക്കാണ് നാവികസേന സുരക്ഷ നൽകുന്നത്. അതിനിടെ പാചകവാതക പ്രതിസന്ധി കാരണം കോഴിക്കോട് നിരവധി ഹോട്ടലുകൾ അടച്ചുപൂട്ടി. ഉച്ചയ്ക്ക് ഊണില്ല, ഒരു 10 ദിവസമായിട്ട്. ഊണ് കറികൾക്ക് ഉണ്ടാക്കേണ്ട ഒക്കെ വ്യത്യസ്ത അടുപ്പുകളൊക്കെ ഗ്യാസാണ്. ഞങ്ങൾക്ക് അതിന് സൗകര്യമില്ല. ടൗണിലുള്ള ഒരുവിധം ഹോട്ടലുകളിലൊക്കെ ഈ പ്രശ്നമുണ്ട്. ഞങ്ങളും അതിൽ ഇതാണ്. മെഡിക്കൽ ഉപകരണ മേഖലയെയും പശ്ചിമേഷ്യൻ സംഘർഷം ബാധിച്ചേക്കുമെന്നാണ് സൂചന. മെഡിക്കൽ ഉപകരണ നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കൾക്ക് 50% വില വർദ്ധിച്ചു. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് മെഡിക്കൽ ഉപകരണ നിർമ്മാതാക്കളുടെ അസോസിയേഷൻ കത്തയച്ചു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.